ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പെസഹാപ്പാണ്. പെസഹാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പം അല്ലെങ്കിൽ എൻട്രിയപ്പം എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഇതിന് ഉണ്ടാക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസിൻ്റെ കണക്കാണ് പറയുന്നത്. ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് ഒരു പിടി ഉഴുന്ന് ഞാനിവിടെ ഒരു 3 മണിക്കൂറായി ഇതിപ്പോൾ കുതിർത്തിയിട്ടിട്ട്. ഒരു പിടി ഉഴുന്ന് വേണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഉഴുന്നിനെ അരച്ചെടുക്കണം. അധികം വെള്ളം ഇല്ലാണ്ട് ഉഴുന്ന് അരയ്ക്കണം. പിന്നെ ഇതിലേക്ക് വേറെ അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ വേണം. തേങ്ങ അരമുറി തേങ്ങയാണിത്. ബാക്കി അരമുറിയുടെ തേങ്ങ നമ്മൾ കൊത്താക്കിയിട്ട് വറുത്തിട്ട് ഇതിൽ ചേർക്കുക ചെയ്യണം. പിന്നെ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഫുള്ള് വെളുത്തുള്ളി മുഴുവൻ എടുക്കാം. ഇത് എൻ്റെ കയ്യിൽ ചെറുതല്ല, ഇത് വലുതായത് കാരണം പിന്നെ ഇവിടെ കുട്ടികൾക്ക് വെളുത്തുള്ളി ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും. ഇത് മുഴുവനും വേറെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ചുവന്നുള്ളിയും വേപ്പിലയും. ചുവന്നുള്ളി ശരിക്ക് ഒരു ഗ്ലാസ്സിലേക്ക് 250 ഗ്രാം ചുവന്നുള്ളിയാണ് ഇതിൻ്റെ കണക്ക്. ഇവിടെ ഞാൻ അത്ര എടുത്തിട്ടില്ല, ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ വേപ്പില. ഇത് നമ്മൾ വേറെയാണ്. നമ്മളിത് ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ സാധനങ്ങൾ രണ്ടും അരച്ചെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം ഉഴുന്ന് അരച്ചെടുത്തത് നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കും. ഇതിൽ ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ വേണ്ട ബാക്കി അരയ്ക്കാനുള്ള സാധനങ്ങൾ ഈ തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും വേറെ അരച്ചിട്ട് അത് അതിൽ മിക്സ് ചെയ്യണം. പിന്നെ ഈ ചുവന്നുള്ളിയും വേപ്പിലയും വഴറ്റിയിട്ട് എല്ലാം കൂടി യോജിപ്പിക്കണം. ഇതിൽ ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തിട്ടിട്ടില്ല. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാം. അത് അരമുറിയോ അല്ലെങ്കിൽ 1/4 മുറിയോ തേങ്ങാക്കൊത്തും കൂടി വറുത്ത് ഇതിലിടാം. എന്നിട്ട് പിന്നെ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഉഴുന്ന് അരയ്ക്കാൻ പോവാം. അപ്പോൾ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തു. ഈ ഉഴുന്ന് അരച്ചെടുത്തത് ഇനി ഞാൻ ഈ അരിപ്പൊടി വെച്ചിരിക്കുന്നതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കുഴച്ച് വയ്ക്കണം. അതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും അരച്ചെടുക്കണം. അപ്പം ഇതിൽ ഞാനിത് ഉഴുന്നും ഈ അരിപ്പൊടിയും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ നന്നായി കുറച്ച് വെള്ളം ചേർത്തു. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയല്ല നമ്മൾ ആക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ പാകം ഇതിന് നമ്മൾ കുറച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ വിട്ട് പോണ രീതിയിലാണ് ഇത് ശരിക്കും ഇതിൻ്റെ മാവ് കലക്കേണ്ടത്. അപ്പം ഇനി ഇതിലേക്ക് ഈ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് നമ്മൾ പാകം നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ആദ്യം ഞാനിതിങ്ങനെ കുഴച്ച് പരുവത്തിന് ഇങ്ങനെ കുഴച്ച് അങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചത് അതിൽ തേങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം എന്തോരം വേണമെന്ന് നോക്കിയിട്ട് പിന്നീട് ഒഴിക്കാം. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞല്ലോ. ഈ മാവ് ഇങ്ങനെ നമ്മൾ വീത്തുമ്പോൾ അതിങ്ങനെ പൊട്ടി ഇങ്ങനെ വീഴും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അരച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് അരച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഞാനിവിടെ തേങ്ങ അതുപോലെ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചത് നമ്മുടെ അരിപ്പൊടിയും ഉഴുന്നും അരച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഞാൻ ചേർത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വീഴണം. ഒരുമിച്ച് വീഴില്ല, ഇതിങ്ങനെ വീഴുമ്പോൾ വേണ്ട അങ്ങനെ പൊട്ടി പോണത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇത്രയും ലൂസേ ആവണ്ടോ ഈ മാവിന്. ഇതിലധികം വെള്ളം വേണ്ട. എന്നിട്ട് നമ്മളിത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം വേറെ നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ ചുവന്നുള്ളിയും വേപ്പിലയും നമ്മൾ നന്നായി മൊരിച്ചെടുക്കണം. അത് ചൂടാറിയിട്ട് ഇതിൽ ചേർക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ആവിയിൽ വേവിക്കാം. അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് ഇതിൽ ചുവന്നുള്ളിയും വേപ്പിലയും നന്നായിട്ട് മൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ എൻഡറിയപ്പം അല്ലെങ്കിൽ ഈ പുളിപ്പില്ലാത്ത പെസഹാപ്പത്തിൻ്റെ ഒക്കെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അതായത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരനെ മോശയുടെ നേതൃത്വത്തിൽ വിടുവിക്കാനായിട്ട് പോവാണ്. കാരണം മഹാമാരി വന്ന ആദിജാതരെ മുഴുവൻ ഈജിപ്തിലത്തെ എല്ലാ ആദിജാതരെയും കൊന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഫറവോ അവരെ വിട്ടയക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ അന്ന് രാത്രി തന്നെ അവരോട് പോകാൻ പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി അവർക്ക് ഈ മാവ് പുളിക്കാൻ നേരം കിട്ടിയില്ല. അതിന് മുമ്പേ അവർ അപ്പം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് നമ്മൾ പണ്ടത്തെ കാലത്തെ പെസഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളവിടെയൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു കുരിശി മാവിൻ്റെ ഉള്ളിൽ വയ്ക്കും.
എന്നിട്ട് അത് വേവിക്കുക. അപ്പോൾ കുറേ അപ്പം ഉണ്ടാക്കൂല, അത് മുറിച്ചിട്ട് ആർക്കാണ് ഈ കുരിശിൻ്റെ ഭാഗം കിട്ടണമെന്ന് വെച്ചാൽ അയാളെന്നെ ഈ ഉദാസാക്കും. അതാണ് ഇപ്പോഴത്തെ പെസഹയിൽ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കിത് നന്നായി മൊരിഞ്ഞുകൊണ്ടിരിക്കണം, നന്നായി മൊരിയണം. അത് കഴിഞ്ഞ് ഇത് ചൂടാറണം. അപ്പോൾ വേപ്പില മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാകമായി എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം കൂടിയും ഒന്ന് മൊരിയാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ ഇത് വീട്ടിയിട്ട് ആവിയിൽ വേവിക്കുക. അപ്പോൾ ഞാൻ വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് ജീരകം മുകളിലിടും ഒരു ഭംഗിക്ക്. അപ്പോൾ ജീരകം ഒന്ന് വെറുതെ വെതറി കൊടുക്കാൻ. ചിലർ വേപ്പിലയൊക്കെ മുകളിൽ വേവിക്കുന്ന നേരത്തെ ഇത് കൂടാതെ വേറെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അരച്ച് ചേർക്കാം. ചിലർ വേപ്പില അരച്ച് ചേർക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി എൻ്റെ അനിയത്തീനെ കല്യാണം കഴിച്ച വീട്ടിലത്തെ അമ്മാമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഉള്ളവരാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ് ഇണ്ടുകറിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കത് ചൂടാറണം. അതിന് ശേഷം നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഒഴിച്ചിട്ട് നമുക്കത് ആവി കയറ്റി വേവിച്ചിട്ട് കാണാം. ഇപ്പോൾ ഈ മൊരിഞ്ഞ നമ്മുടെ ചുവന്നുള്ളിയും വേപ്പിലയും ഞാൻ നമ്മുടെ മാവിൽ മിക്സ് ചെയ്തു. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് നമുക്കിത് പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ പാത്രത്തിൽ നന്നായിട്ട് പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലും കൊണ്ട് നമുക്ക് പരത്തിയിട്ട് പാത്രത്തിൽ എല്ലായിടത്തേക്കും ഒരേപോലെ ആക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ജീരകം ഇങ്ങനെ ചെറുതായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നല്ല ജീരകം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിതറിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇത് പല നാട്ടിലേക്കും പലതരത്തിലാണ് ഇണ്ടറിയപ്പം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. അതുപോലെ ഈ വേപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച് ചേർക്കാം. അത് ഇങ്ങനെ മുഴുവനോടെ ഇടണമെന്ന് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അരച്ച് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാനാണ് പോണത്. ഞാൻ എൻ്റെ വേവിക്കുന്ന സാധനം അടുപ്പത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് വെക്കാൻ പോവാണ്. ഇവിടെ ഇണ്ടറിയപ്പം ആവിയിൽ വേവിച്ചെടുത്തു. അത് നമ്മൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് ഇട്ടതാണത്. ഇങ്ങനെയാണ് ഇണ്ടറിയപ്പം ഇരിക്കുക. അപ്പോൾ എല്ലാവരും പെസഹ വ്യാഴാഴ്ച ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകമായ ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു.